വളരെ ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള ഓരോരോ ഒക്കേഷനിലും ലോഞ്ച് ഇവന്റ്, അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഇവന്റ്, അത് കഴിഞ്ഞ് ഷൂട്ട്, അത് കഴിഞ്ഞ് സക്സസ് സെലിബ്രേഷനിലൊക്കെ വന്നതിൻ്റെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീലുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ എത്രത്തോളം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഗോപിക ഉള്ളതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളൊരു സിനിമയാണ്. എനിക്ക് വളരെ രസകരമായ ഒരു യാത്രയായിട്ട് തോന്നി. കാരണം ആദ്യത്തെ ദിവസം സിനിമ ഇറങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പല പല അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് കണ്ട ഫാമിലിയൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഓൺലൈനിൽ കുറേ ആളുകൾ അവർക്കത് വർക്കായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ്, ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരുന്നില്ല, കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഇടയിൽ അതൊന്നുമല്ലാതെ ഈ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പല 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 ചാലഞ്ചസിലൂടെ പോയിട്ട് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 1-ാം തീയതി ഇറങ്ങി ഇപ്പം കഴിഞ്ഞ 10 ദിവസം എല്ലാ നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി എന്നുള്ളൊരു ഗംഭീര നാഴികക്കല്ലിലേക്ക് വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് മാറി നടക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മൾ എടുക്കുന്നവരാണ്. അതിൻ്റെ മേലെ അതിൻ്റെ ജെന്യുവനായിട്ട് ഫാമിലികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മെസ്സേജ് ഈ ടീമിന് എത്തിക്കാൻ സാധിച്ചത് ഇവർ സിനിമയിൽ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ സിനിമ ഇറങ്ങി ഓരോ തിയേറ്ററിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള സ്ഥലം ഒരറ്റത്ത് വേറൊരറ്റം വരെ ഇത് കണ്ട പ്രേക്ഷകരെ നേരിട്ട് പോയി കണ്ട് ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് അത്രയധികം ഫാമിലീസ് എത്തിയത്. അത്രയും കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഈ കാലത്ത് സിനിമയോട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനൊരു ഗംഭീര കൈയടി പറയാതിരിക്കാൻ വയ്യ. പേഴ്സണലി എനിക്കറിയാം, എൻ്റെ വീട്ടിലും ഇതിലൊരു മെമ്പർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ഞാൻ അവരെ എപ്പോഴെങ്കിലേക്കാണ് കാണുന്നത്. ഗോപിക ഒന്നെങ്കിലും പുലർച്ചെ 3 മണി 4 മണി നൈറ്റ് ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഗോപിക വീട്ടിലെത്തുക. ആ രീതിയിലാണ് ഇവരെല്ലാവരും യാത്ര ചെയ്ത് അത്രയധികം ഈ കാണുന്ന എല്ലാ ടീമും കഴിഞ്ഞ 10 ദിവസമായി ഒറ്റക്കെട്ടായിട്ട് യാത്ര ചെയ്യുകയാണ്. അർജുന് ഷൂട്ട് ഉള്ളത് കൊണ്ട് അർജുൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയുടെ ഷോന് വരും. എന്നിട്ട് 4 മണിക്ക് അദ്ദേഹം പോയിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്ത ഒരു സിനിമയാണ്. ദിസ് മൂവി ഡിസേർവ്സ് എ ലോട്ട് ഓഫ് സക്സസ്. വളരെ ജെന്യുവനായിട്ട് മനസ്സിൽ തട്ടി കുറേ അമ്മമാര്, കുറേ കുട്ടികൾ ഇവരുടെ അടുത്ത് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരൊക്കെ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക്. ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, കുറെ ആളുകൾക്ക് ജെന്യുവനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ്. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആയത്. അത് അങ്ങനെ എത്താതെ പോയിരുന്നെങ്കിൽ അത് ഈ സിനിമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയേനെ. പക്ഷെ അങ്ങനെ പോവാതെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് എത്തിക്കുമ്പോൾ ഉറപ്പ് വരുന്ന ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ഒരു റൈറ്റർ കം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നെടുംതൂണായി നിൽക്കുന്ന ഒരു ടീമും അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാസ്റ്റും ക്രൂവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഭാഗ്യം. സോ ഈ ഗ്രാൻഡ് സക്സസ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കൺഗ്രാറ്റ്സ് ടു ദ എൻടയർ ടീം. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ വിജയയാത്ര പറയുകയാണ്. ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് ആദ്യം ഇതിന്റെ തോട്ട് ഉണ്ടായ ആളിൽ നിന്ന് തുടങ്ങണോ, ഇതിന്റെ ക്യാപ്റ്റനിൽ നിന്ന് തുടങ്ങണോ? ഓക്കെ, സോ സുമതി വളവിന് കാരണക്കാരനായ ഈ ചിന്ത ആദ്യം മനസ്സിലേക്ക് വന്ന അഭിലാഷ് പിള്ളയിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും വലിയ സന്തോഷമായി. ഇവനെ മണിക്കൂറിൽ ലക്ഷങ്ങൾ കൊടുത്ത് വേണം കോമ്പയറിംഗ് കൊണ്ടുവരാൻ. ഫ്രീ ആയിട്ട് ജയിക്കാൻ പറ്റില്ല. ആദ്യമേ താങ്ക്സ് പറയുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ക്യാമറാസ്, മീഡിയാസിനോടാണ്. കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒരു ആർമിയായിട്ട് നിങ്ങൾ വന്നു. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ എല്ലാ ഡീഗ്രേഡിനെയും ഗാർഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ ഒരു ഷീൽഡായിട്ട് നിങ്ങളുണ്ടായിരുന്നു. ജെന്യുവനായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ മീഡിയാസ് വഴി പബ്ലിക്കിലേക്ക് എത്തിച്ചു. നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ നെഗറ്റീവ് റിവ്യൂസിനെയും നിങ്ങൾ ഇല്ലാതാക്കി തന്നു. അതിന് ആദ്യമേ തന്നെ ഒരു ബിഗ് താങ്ക്സ് മീഡിയ. പിന്നെ എനിക്ക് ആദ്യമേ ഈ ഒരു വേദിയിൽ വെച്ചിട്ട് എനിക്ക് നന്ദി പറയാനുള്ള ദൈവം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടാണ്. അതായത് ആദ്യമേ തന്നെ മുള്ളിച്ചേട്ടൻ ഈ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് വാക്ക് തരുന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അടിയുമ്പോഴൊക്കെ ഉണ്ടാവും. ബഡ്ജറ്റിൻ്റെ കാര്യവും പൈസ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും
ഇത്രയും വലിയൊരു മുതൽ മുടക്കിയ ഒരു സിനിമ ചെയ്ത ഈ മൊമെന്റ് വരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന മുള്ളിച്ചേട്ടനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. രണ്ടാമത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഞങ്ങളൊപ്പം വന്ന എൻ്റെ അനിയൻ വിഷ്ണു, ഞങ്ങൾ ഒന്നിച്ച് രണ്ടാമത്തെ സിനിമയാണ് മാളികപ്പുറത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് സുഹൃത്തുക്കൾ. തീർച്ചയായിട്ടും മാളികപ്പുറം പോലൊരു സിനിമ ചെയ്തത് കൊണ്ടുണ്ടായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഈ സിനിമയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊക്കെ പബ്ലിക്കും മീഡിയയും ജനുവനായിട്ടുള്ള ഓഡിയൻസും ഞങ്ങളെ കൂടെ നിന്നും സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചു. തീർച്ചയായിട്ടും കൊച്ചിയിൽ ഒരു വലിയ ഗ്രാൻഡ് സെലിബ്രേഷൻ അധികം വൈകാതെ തന്നെ ഞങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സിനിമയുടെ രണ്ടാം ആഴ്ച ഇത്രയും ഹൗസ് ആയിട്ട് ഓടുമ്പോൾ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്കൊപ്പം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ സെലിബ്രേഷന് മുന്നിലുള്ള ചെറിയ സെലിബ്രേഷനാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. ഒപ്പം നിന്ന് എല്ലാവർക്കും ഈ സിനിമയിൽ എൻ്റെ സുഹൃത്തുക്കൾ, ഫാമിലിക്ക് ഓരോരുത്തരോടും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഓരോ ദിവസവും ഞങ്ങൾക്കൊപ്പം പ്രമോഷന് വേണ്ടി ഓടി വന്ന എല്ലാവരോടും, ഓരോ ആർട്ടിസ്റ്റുകളോടും, ഓരോ ടെക്നീഷ്യന്മാരോടും, ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ നിന്ന ഒരു വിജയമാണ്. ഒരുപക്ഷെ ഒരു റീബർത്തായിരിക്കും ഈ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ വലിയ ഒരു മാസ് ലീഗിൽ നിന്ന് ഇത്രയും വലിയൊരു ബൗൺസ് ബാക്ക് ചെയ്ത സിനിമയെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അന്ന് GP പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ഇന്നലെ പോലും കോഴിക്കോട് വെളുപ്പിനെ ട്രാവൽ ചെയ്തെത്തി. ഇഷ്ടം കൊണ്ടും സിനിമ ഒരു വലിയ വിജയമാവാൻ വേണ്ടിയാണ്. അതിന് കൂടെ നിന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ സുമതിയോട് കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി. പ്രത്യേകിച്ചും പണം കണ്ട് വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകരുടെയുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. കുറേ കൊച്ചുകുട്ടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുകുട്ടികളുടെ വാശിയാണ്. അവർക്ക് അവരുടെ പരീക്ഷയ്ക്ക് ശേഷം ഈ സിനിമ കാണണമെന്നുള്ള വാശി. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരു കേക്ക് മുറിക്കുമ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ പാരൻസ് ഒന്ന് വിട്ടു തരണം. കാരണം അവരാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നു. സെക്കൻഡ് തിങ്, നമുക്ക് അറിയാം Day 1 ഒരുപാട് പക്ഷേ കേരളമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷനായി മാറേണ്ട ഒരു ചിത്രമായിരുന്നു ചോദ്യമുള്ള. എന്നാലും ഒരു പരാതിയില്ല. കാരണം ഇപ്പോഴും ഹൗസ്ഫുൾ ഷോ ആയിട്ട് തന്നെ ഇന്ന് രണ്ടാമത്തെ ആഴ്ചയായിട്ടും ഹൗസ്ഫുൾ ഷോസ് ഒരുപാട് തന്നെ കേരളത്തിലുടനീളം ഉണ്ടാവുന്നു. സർവേശ്വരൻ നന്ദി. ഓഫ്കോഴ്സ് ഫാമിലിക്കും വ്യവസായത്തിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഇവിടെ ക്യാമറമാൻ ശങ്കർ സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടേക്ക് വരണേ, കേക്ക് കട്ടിങ്ങിന് അടുത്തേക്ക് വരണേ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അവർക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം. സുമതികളും ഒരു ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ സിനിമ പ്രേക്ഷകരോടും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങളിത്രയും പേര് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് വന്നതിൽ ഫുൾ ടീം സിനിമ ഇറങ്ങി അന്ന് തൊട്ട് ഫുൾ ടൂർ ഞങ്ങൾ അത്രയും പങ്കെടുത്തില്ല. കേരളം മുഴുവൻ ട്രാവൽ ചെയ്ത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും ഓടട്ടെ, ഇനിയും കുറേ ആഴ്ചകൾ ഓടട്ടെ ആശംസിച്ചുകൊണ്ട്